ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു Athiraartistry. ഞാൻ ആതിര. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെക്ക്ഡ് മെത്തേഡിലൊരു ഗണപതി. അതായത് ഗ്രിഡ് മെത്തേഡിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അപ്പോൾ ഗ്രിഡ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ഗ്രിഡ് ചെയ്തിട്ട് ഓരോരോ ചെറിയ പോർഷൻസ് നമ്മൾ ഡ്രോയിങ് ചെയ്തെടുക്കുന്നു, അതായത് ഗ്രിഡ് മെത്തേഡ്. ബട്ട് അതിനൊരു ഓപ്പോസിറ്റ് തിങ്കിങ്, അതായത് ഒരു ഡ്രോയിങ് ചെയ്തിട്ട് അതിനെ ഏതെങ്കിലും ഒരു ജോമെട്രിക്കൽ ഷേപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം അത് കളർ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതിൻ്റെ ഒരു സ്മോൾ ഡെമോയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഒരു ഡ്രോയിങ് അതിനെ ജോമെട്രിക്കൽ ഷേപ്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് കളർ ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത എന്നല്ലേ? അങ്ങനെ ചുമ്മാതങ്ങ് കളർ ചെയ്യുമല്ല കേട്ടോ. രണ്ട് കളർ തീമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒന്ന് കളർഫുള്ളും. ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് ഞാൻ എൻ്റെ എക്സിബിഷന് വേണ്ടി 2 വർക്ക് ചെയ്തിരുന്നു. അതാണ് നിങ്ങൾ ഇവിടെ സൈഡിൽ കാണുന്നത്. ഇതിൽ ഞാൻ എങ്ങനെയാണ് കളർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ബോക്സ് കളർഫുൾ ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ബോക്സ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഈ 2 പെയിൻറ്റിങ് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മോൾ ഡെമോ, ഇന്ന് ഞാൻ ഗണപതിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു ഗണപതിയെ ചെയ്യാമെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം.